ഹലോ ഗായ്സ്, സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആർമർ ഫുള്ള് പോയി കാണും. പിന്നെ നമ്മളൊരു നല്ലൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫുൾ ഡയമണ്ട് ആർമറും വിത്ത് ടൂൾസ് വാങ്ങണം. അപ്പോൾ അതിന് വേണ്ട എമറാൾഡ്സ് ഒക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് എമറാൾഡ് വേണ്ട, നിങ്ങളൊന്ന് വർക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുക ഗൈസ്. എനിക്കിതേ 58 ബ്ലോക്ക് എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഗ്രൈൻഡിങ് ആയിരുന്നു. അയൺ ഫാം ഇടയ്ക്ക് വർക്കാകത്തില്ല, ഇടയ്ക്ക് വർക്കാവും. അപ്പോൾ വലിയ എഫിഷ്യൻ്റ് ഇല്ലാത്ത അയൺ ഫാം ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പം നമുക്കിനി നല്ലൊരു അയൺ ഫാം ഉണ്ടാക്കണം. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ബോർഡൊക്കെ ഉണ്ടാക്കാൻ എൻ്റെ മനസ്സിലൊരു പ്ലാനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പം അതിനു മുമ്പ് നമുക്ക് ഡയമണ്ട് ആർമർ ആകാം. അതിന് മുമ്പ് എനിക്ക് ഫുഡില്ല കഴിച്ച്. ഞാനപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡ് എടുത്തോട്ടെ. അപ്പോൾ കഴിച്ച് നമ്മൾ നമ്മുടെ ബേസിലെത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് ഫുഡ് എടുത്തേക്കാം. ഞാനിവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 64 സ്റ്റീക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നിന്നോട്ട് നിങ്ങളോട് പ്ലാൻസ് പറയാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഗോൾസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ള് ഡയമണ്ട് ആർമറും വിത്ത് ടൂൾസും ആകണം. പിന്നെ നമുക്കൊരു സോംബി ഫാം ഉണ്ട്, അല്ല സോംബി സ്പോണർ ഉണ്ട്. അത് വെച്ച് നമുക്കൊരു HP ഫാം ആക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് നമ്മുടെ ബുക്കൊക്കെ നമ്മുടെ മെൻറ്റിങ്ങും ഇതൊക്കെ ആഡ് ചെയ്യാൻ നമുക്ക് കുറേ HP വേണം. ഞാൻ ഒന്ന് ചത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ HP പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ട്രേഡ് ചെയ്തത് നമുക്ക് പിന്നെ HP 31 വരെ കിട്ടി. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഡയമണ്ട് ആർമറിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ബ്ലോക്ക് ഒക്കെ നമുക്ക് എമറാൾഡ് ആക്കിയേക്കാം. അപ്പോൾ നമുക്ക് ഒരു 9 സ്റ്റാക്ക് അടുപ്പിച്ച് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആർമറിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ടൂൾസ് വാങ്ങിയല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ടൂൾസ് വാങ്ങുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഒരു പിക്കാസ്, ഞാനിപ്പം ഇവന്മാരെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ഇവന്മാർ ആരൊക്കെയാണ് വില കുറച്ച് തരുന്നതെന്ന്. അപ്പം അവന്മാരുടെ ഞാൻ വാങ്ങുന്നതായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഡയമണ്ട് പിക്കാസ്, ഡയമണ്ട് ആർട്സ്, ഡയമണ്ട് സോഡ്, ഡയമണ്ട് ഷവൽ, ഡയമണ്ട് ഹോ. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ട ടൂൾസ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആർമർ വാങ്ങാം. അപ്പം നമ്മുടെ ആർമറിലേക്ക് നമുക്ക് കിടക്കാം നേരെ. ഒരു ബൂട്ട്, ഒരു ലെഗിൻസ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഹെൽമെറ്റ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഫുൾ ഡയമണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടം പോലെ എമറാൾഡ് ബാക്കിയുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ബുക്ക്, അത്യാവശ്യമായിട്ടുള്ള ബുക്കൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതിന് മുമ്പേ നമുക്ക് നമ്മുടെ ടൂൾസിന്റെ എൻചാൻസ് ഒന്ന് കളഞ്ഞേക്കാം, വേണ്ടാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൈൻഡ് സ്റ്റോൺ. ഇതിനകത്ത് വെച്ചാണ് നമ്മുടെ ടൂൾസിന്റെ എൻചാൻമെന്റ്സ് ഒക്കെ കളയുന്നത്. അപ്പോൾ ഇതിന് എഫിഷ്യൻസി 2 ഉണ്ട്. നമുക്ക് എല്ലാം കളഞ്ഞേക്കാം. എന്നിട്ട് ഞാൻ പതിയെ നമ്മുടെ സോംബി സ്പോണറിൽ നിന്ന് കിട്ടുന്ന HP വെച്ച് ഓരോരുത്തരും ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് കളയട്ടെ. ഷവല്, ഹോയ്ക്ക് ഓൾറെഡി ഇല്ല. അപ്പോൾ നമ്മുടെ ആർമറിനെയും കൂടെ ഊരിയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാ എൻചാൻമെന്റ്സും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ബുക്കൊക്കെ ഓരോന്നോരോന്നായിട്ട് വാങ്ങാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് അൺബ്രേക്കിങ്ങും മെൻറ്റിങ്ങും വാങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്ക് 9 മെൻറ്റിങ്ങും ബുക്ക് വാങ്ങാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ആർമറും ടൂൾസ് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മെൻറ്റിങ് ബുക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് നിങ്ങളോട് കാര്യം പറയണം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാണ് എൻ്റെ ടെസ്റ്റർ പാക്കും ഒരു റിസോഴ്സ് പാക്കൊക്കെ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഇച്ചിരി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനും കൂടെയാണ് ഞാൻ ഇതാണ് നമ്മുടെ ഷീൽഡൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ലുക്ക്. അപ്പോൾ നമ്മുടെ ടൂൾസിന് പിക്കാസൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗായ്സ്, നിങ്ങളെ ഞാൻ പറഞ്ഞു ബോർ അടുപ്പിക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ മെൻറ്റിങ് ബുക്ക് ഞാൻ അങ്ങ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളോട് വെച്ചിട്ട് നമുക്കിത് കുറച്ച് 3 ബ്ലോക്ക് ഉണ്ടാക്കണം. നമുക്ക് ആൻവിൽ ഉണ്ടാക്കാനാണ്. ഇങ്ങനല്ലേ? നമുക്ക് 3 ബ്ലോക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു ആൻവിൽ സെറ്റ്. അപ്പം നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ച് വേണ്ടിയിട്ട് നമുക്കിവിടെ ആൻവിൽ വെക്കാം. എന്നിട്ട് നമ്മുടെ ഓരോ ബുക്ക് നമുക്ക് ആഡ് ചെയ്യാം. ബൂട്ടിൻ്റെ അകത്ത് നമ്മുടെ മെൻറ്റിങ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലെഗിൻസിൻ്റെ അകത്ത് നമ്മൾ മെൻറ്റിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്, സോഡ്, പിക്കാസ്, ആഡ്സ്, ഷവൽ, ഹോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വേണ്ട എല്ലാ മെൻറ്റിങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ട എല്ലാം അല്ല, നമ്മുടെ മെൻറ്റിങ് മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതങ്ങ് ഇട്ടേക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുള്ള് ആയിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് ആർമർ, നമ്മുടെ മെൻറ്റിങ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ ബാക്കിയുള്ള ബുക്കെല്ലാം ആഡ് ചെയ്തോളാം. അപ്പോൾ നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്ന പിക്കാസ്, ഇങ്ങനത്തെ ഈ ഹോയൊക്കെ നമുക്ക് മാറ്റി വെക്കണം. നമുക്കിപ്പം ഹോയുടെ ആവശ്യമില്ല. അപ്പം നമുക്കിനി ഒരു പിക്കാസ് കൂടെ വാങ്ങിയിട്ട് അത് സിൽറ്റച്ച് ആക്കണം. അത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കുറച്ചും കൂടെ എമറാൾഡ് ഗ്രൈൻഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ HP ഫാം ഉണ്ടാക്കാം. അപ്പോൾ കാഴ്ച നമ്മുടെ പഴയ വീഡിയോത്തിനോട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേവ്. ഇതിനകത്താണ് നമ്മുടെ സോംബി സ്പോണറും നമ്മുടെ സ്പൈഡർ സ്പോണറും ഉള്ളത്. നമ്മളിപ്പം ഈ ഒരു വീഡിയോയ്ക്ക് അത് സോംബി സ്പോണർ മാത്രമേ ചെയ്യുന്നുള്ളൂ.
അപ്പം അതിന് മുമ്പേ നമുക്ക് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടാവും. അതിന് മുമ്പേ നിങ്ങൾ റിസോഴ്സസ് കാണിച്ചു തരാം. ഞാനാകെ 2 ബക്കറ്റ് വെള്ളവും കോബിൾ സ്റ്റോണും ടോർച്ചും മാത്രമേ എടുത്തിട്ടുള്ളൂ. ടോർച്ച് തന്നെ നമുക്കിവിടെ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, വേറെ ആവശ്യത്തിനൊന്നുമല്ല. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ എല്ലാം നമ്മുടെ സോംബീസ് സ്പോൺ ആവും, നമ്മുടെ ഫാമിൻ്റെ എഫിഷ്യൻസി കുറയും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ ലൈറ്റ് പ്രൂഫ് ചെയ്യുന്നത്. ഇവിടെ ആവശ്യമുള്ളിടത്തൊക്കെ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ കാണുന്നതാണ് ഞാൻ ഇതെല്ലാം ഇവിടെ ഫുള്ള് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ സോംബി സ്പോണറിൻ്റെ പരിപാടി നോക്കാം. അതായത് നമ്മുടെ സോംബി സ്പോണർ ഇരിക്കുന്നു. അപ്പം അതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് ഇതൊന്ന് നമുക്ക് കെട്ടിയെടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് 4 ബ്ലോക്ക് കുഴിക്കണം. 1 2 3 ഒരു ബ്ലോക്കോടെ കുഴിക്കണം. അപ്പം ഇങ്ങനെ ഇവിടെ 4 1 2 3 4 ഇവിടെ ഒരു ബ്ലോക്കോടെ കുഴിക്കണം. അതുപോലെ തന്നെ ഈ സൈഡും അങ്ങനെ 1 2 3 4 ബ്ലോക്ക്. ഇവിടെ ബാക്കിയുള്ള ബ്ലോക്ക് ഇവിടെ 4 ബ്ലോക്ക് ഈ ഒരു ബ്ലോക്കോടെ കുഴിച്ചിടണം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കെട്ടി മറിക്കും. ഇവിടെ ഞാൻ ഇങ്ങനെ കെട്ടും. അപ്പോൾ നമുക്കിപ്പം കെട്ടിയേക്കാം. കറക്കം കണ്ടില്ലേ, നിങ്ങളുടെ അന്ത്യമാടാ, നീയൊക്കെ തീർന്നു. അപ്പോൾ നമുക്ക് ഇവിടെ 4 സൈഡും കൂടെ ടോർച്ച് വെച്ചേക്കാം ഒരു സേഫിന്. എന്നിട്ട് നമുക്ക് ഇതെന്ന് വെച്ചാൽ ഇനി നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ള് കുഴിച്ച് മാറ്റണം. അപ്പോൾ ഇതിനൊരു സ്പീഡ് നിങ്ങൾ കണ്ടിട്ടോ. ഞാൻ ഇത്രയും കുഴിച്ച് തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പോണറിൽ നിന്ന് താഴോട്ട് 4 ബ്ലോക്ക് പോകണം. അപ്പം ഫസ്റ്റ് അപ്പം ഇങ്ങനെ 4 ബ്ലോക്ക് താഴോട്ട് പോകണം. അപ്പം ഇതിൻ്റെ ഒരു സ്പീഡ് നിങ്ങൾ കണ്ടിട്ടു.